Hi friends, Assalamu alaikum. Bismi kitchenlotta എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഈസി ഈവനിംഗ് സ്നാക്ക് ആണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 250 ml ന്റെ കപ്പിൽ 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. വറുത്തതോ വറുക്കാത്തതോ ആയ റവ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. അധികം വണ്ണമില്ലാത്ത റവ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുക്കുന്ന സമയത്ത് മിക്സിയുടെ ജാറിൽ വെള്ളമൊന്നും ഇല്ലാതെ ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ദേ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. റവ ആയതുകൊണ്ട് തന്നെ നല്ല ഫൈനായിട്ടൊന്നും പൊടിഞ്ഞു കിട്ടില്ല, എന്നാലും അത്യാവശ്യം ചെറുതായിട്ട് പൊടിഞ്ഞു കിട്ടും. അത്രയും മതി. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ നൂലപ്പം പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടിയാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ 1 കപ്പ് റവയുടെ അളവാണ് പറയുന്നത്. 1/2 കപ്പ് തേങ്ങ. ഇനി ഒരു 1/4 കപ്പ് തേങ്ങയായാലും കുഴപ്പമില്ല കേട്ടോ, ടേസ്റ്റ് കൂടുതലാണ് ഉണ്ടാവും. അപ്പം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഈ രീതിയിലൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഇതേപോലെ നല്ലോണം പഴുത്തിട്ടുള്ള ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. പഴുത്ത പഴമാണ്, ഒന്നും കൂടി ടേസ്റ്റ് ആണ്. അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിനിട്ട് ഒരു 2 സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ സൗണ്ടിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലൊരു തൊണ്ടവേദന ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഈ രീതിയിലൊന്ന് വഴണ്ട് വന്നാൽ മതി കേട്ടോ. അപ്പോൾ എല്ലായിടത്തും ഇപ്പോൾ അത്യാവശ്യം നല്ല മഴയാണ്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടും വിഷമങ്ങളും ഒന്നുമില്ലാതെ എല്ലാവരും സേഫായിട്ട് ഇരിക്കുക. അതുപോലെ തന്നെ അള്ളാഹു എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ, ആമീൻ. അപ്പോൾ അതെ, ഞാനിവിടെ 2 ഉണ്ട ശർക്കര 1.5 കപ്പ് വെള്ളത്തിൽ മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. നല്ല ചൂടും ഉണ്ട് കേട്ടോ. അപ്പോൾ അതെ, ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി നമ്മുടെ പൊടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമ്മളുടെ മെൽറ്റാക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി അതേപോലെ ആ ചൂടോടുക്ക് തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അപ്പം തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. അതുപോലെ തന്നെ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം കേട്ടോ. അധികം ഓയിലൊന്നും യൂസ് ചെയ്യാതെ നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന ഒരു സ്നാക്കാണ്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കാനും വളരെ സിമ്പിളാണ്. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ലൈക്ക് പ്രധാനമാണ്. മുന്നോട്ടുള്ള യാത്രയിലേക്ക് ലൈക്ക് ഒരുപാട് പ്രധാനമാണ്. ലൈക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോസൊക്കെ ഒരുപാട് മുന്നിലേക്ക് വരുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ലൈക്ക് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട്, ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ എല്ലാവരുടെയും ഹലാലായ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു സാധിച്ചു തരട്ടെ, ആമീൻ. അപ്പോൾ അതെ, ഞാനിതെല്ലാം ഒന്ന് കലക്കിയെടുത്തിട്ട് അവിടെ നിന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. വർത്താനം പറയുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരല്പം വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് കലക്കിയെടുക്കണം. അപ്പോൾ നമ്മളുടെ ശർക്കരപ്പാനി ചേർത്ത് കലക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിക്കുക. ഒരു 5 മിനിറ്റ് ഞാൻ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. റവയല്ല, അത്യാവശ്യം ഒന്ന് സോഫ്റ്റായി വരണം, അതിന് വേണ്ടിയിട്ടാണ് റെസ്റ്റ് ചെയ്യാൻ വെച്ചത്. ഇതിലേക്ക് 2 സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ശർക്കരപ്പാനി ചേർത്താലും മതി. എൻ്റെ അടുത്ത് 3-4 സ്പൂണോളം വരുന്ന ശർക്കരപ്പാനി ഉണ്ട്. അത്യാവശ്യം മധുരം കൂടി പോകും. നല്ല മധുരമുള്ള ശർക്കര ഞാൻ എടുത്തത്, അതുകൊണ്ടാണ് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാതെ വെള്ളം ചേർത്ത് കൊടുത്തത് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ അപ്പസോഡ, അതായത് ബേക്കിംഗ് സോഡ, പൗഡർ അല്ല, ബേക്കിംഗ് സോഡ, നമ്മുടെ അപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ ചേർക്കുന്ന സോഡ, അതും 1/4 ടീസ്പൂൺ ചേർക്കുക. അതിനുശേഷം നമ്മളുടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം കൂടി ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇതേപോലെ ഒരു പാൻ എടുപ്പത്ത് വയ്ക്കുക. ഇത് ഞാൻ അപ്പത്തിൻ്റെ ചട്ടി, നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കുന്ന ചട്ടിയില്ലേ, പാലപ്പമൊക്കെ, ആ ചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഏതൊരു പാത്രത്തിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാം. അതിൽ കുറച്ച് എണ്ണ, 1 സ്പൂണോളം എണ്ണ ഒഴിക്കുക. എന്നിട്ട് നമ്മൾ ആവശ്യത്തിലുള്ള മാവ് കോരി ഒഴിക്കുക. ഒരുപാട് കട്ടിയിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതേ ചെയ്ത പോലെ 2 സ്പൂൺ ഒഴിച്ചു കൊടുക്കുക, 2 തവി ഒഴിക്കാം. കുറച്ച് കനമൊക്കെ കുറച്ചിട്ട് മതിയെങ്കിൽ 1 തവി ഒഴിച്ചാലും മതി കേട്ടോ. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഒരു ഭാഗം ആകുമ്പോൾ പതുക്കെ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. 2 ഭാഗം ആകുമ്പോൾ നമുക്ക് ഇതേപോലെ ചട്ടിയിൽ നിന്ന് കോരിയെടുക്കാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആദ്യം ഒഴിച്ച അത്ര എണ്ണ രണ്ടാമത്തേന് ആവശ്യമായിട്ട് വരില്ല കേട്ടോ. ഒരു 1/2 സ്പൂണോളം എണ്ണ ഒഴിച്ചാൽ മതിയാകും. കണ്ടോ, ഒരു അല്പം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധാരണ ചേരുവകൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇത് കുട്ടികൾക്ക് ഇനി സ്കൂൾക്ക് ഒരു 10 മണിക്ക് സ്നാക്കായിട്ട് വേണമെങ്കിലും കൊടുത്തുവിടാം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകും. ഇപ്പം നെയ്യപ്പമൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടമാകും. പിന്നെ 4 മണി ചായയുടെ ഒപ്പമൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. പിന്നെ അതുപോലെ നല്ല മഴയൊക്കെ പെയ്തും കൊണ്ട് തണുത്തിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ചായയും ചൂട് ചായയും
അതുപോലെ തന്നെ ഇതേപോലെ ഒരു സ്നാക്കൊക്കെ കിട്ടിയാൽ അടിപൊളിയല്ലേ? എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ടെന്നും അറിയാം, എന്നാലും ഒന്നും കൂടി പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം അറിയിക്കുക, അതുപോലെ തന്നെ ലൈക്കും ചെയ്യാം കേട്ടോ, സബ്സ്ക്രൈബും ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.